നിന്റെ ദുർപ്രവൃത്തിയൊക്കെ മലക്കുകൾ ആ ഉമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ജീവിച്ചിരിക്കുന്ന ഉമ്മയാണോ ശക്തി, മരിച്ചുപോയ ഉമ്മയാണോ ശക്തി? ആലോചിച്ചു. ജീവിച്ചിരിക്കുന്ന വാപ്പയാണോ ഏറ്റവും കൂടുതൽ ശക്തിമാൻ? അതല്ല, മരിച്ചുപോയ വാപ്പയാണോ ശക്തിമാൻ? ഈ കാണിക്കുന്ന മോൻ കാണിക്കുന്ന തോന്നിവാസങ്ങൾ മലക്കുകൾ ഈ വാപ്പയെ കാണിച്ചു കൊടുക്കും. നിന്റെ മോന കണ്ടോ കാണിക്കുന്നത്? ആ വാപ്പ കബറിൽ കിടന്ന് കാണുന്നത്രേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ, എന്റെ വകയിൽ പറയുകയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറയട്ടെ, മാതാപിതാക്കളുടെ പ്രാക്കി കിട്ടാതെ സൂക്ഷിച്ചോളാം. അച്ഛ മലയാളം പറയാം, പ്രാക്കി കിട്ടാതെ സൂക്ഷിച്ചോളാം. പ്രാക്കി കിട്ടിയോ നീ രക്ഷപ്പെടത്തില്ല. അനുഭവിച്ചിട്ടേ വിട്ടു നിന്നെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുകയുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഗുരുനാഥന്മാരുടെ പ്രാർത്ഥന. ഗുരുനാഥന്മാരുടെ പ്രാർത്ഥന ഗുരുനാഥൻ പള്ളിയിലെ ഉസ്താദ് മാത്രമല്ല കേട്ടോ, ഉസ്താദന്മാരുടെ പ്രാർത്ഥന മാത്രമല്ല, അതുകൂടെ മനസ്സിലാക്കണം. പിന്നെയോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരില്ലേ, അധ്യാപകരില്ലേ, നമ്മുടെ ഗുരുനാഥന്മാരാ. അവരെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ചു കൊള്ളണം. അവരെ ആക്ഷേപിക്കുന്നത് മാത്രം പറയരുത്. കണ്ടില്ലേ ഹരിയാനയിൽ നിസാറിൽ മുടി വളർത്തുന്ന മോനെ ഇങ്ങനല്ല ഈ രീതി വളർത്തുന്നതെന്ന് പറഞ്ഞതിന്റെ പേരിൽ അധ്യാപകന് കടാര കയറ്റി അടിവയറ്റിലേക്ക് കൊണ്ടുകളഞ്ഞു. ഇന്നത്തെ ചൂട് വാർത്തയല്ലേ അതോ? ഇവരൊക്കെ എവിടുന്ന് രക്ഷപ്പെടാൻ? എവിടുന്ന് രക്ഷപ്പെടാൻ? അധ്യാപകനെ ഡെലിവറി ചെയ്യുന്ന അവസ്ഥയുണ്ട്. ശരിയല്ലത് ഒരിക്കലും. നമ്മുടെ പഠനകാലത്ത് അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം. അവരെ തടഞ്ഞു വെക്കരുത്, അവരെ പോക്കിരി മുത്തരുത്. അതൊക്കെ നിന്റെ ജീവിതത്തിൽ ഇരുട്ടായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. ഏറ്റവും മർമ്മപ്രധാനമായ കൂടുതൽ പഠിച്ചവരല്ലായിരുന്നു എന്റെ സ്ഥാനത്ത് നിന്ന് അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച എന്റെ ടീച്ചറാണത്. എന്റെ ടീച്ചറാണ്. ബഹുമാനത്തോടെ ആദരവോടെ നീ എത്രത്തോളം ആദരവോടെ വർത്തി അത്രത്തോളം നീ ഉയരും. അവർ വിജ്ഞാനമല്ലേ പഠിപ്പിച്ചു തരുന്നത്. അവരെ ആദരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അവരെ ആക്ഷേപിക്കരുത്.